നമസ്കാരം, എവിഡൻ വർക്ക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. റുബിക്സ് ക്യൂബിൻ്റെ ക്രോസ് നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ലെയർ സോൾവിംഗ് ആണ് ചെയ്യുന്നത്. അതിന് ആദ്യം ഈ 4 കോർണർ പീസുകൾ വൈറ്റ് ആക്കണം. വൈറ്റ് ആക്കുന്നതിന് താഴത്തെ ലെയറിൽ കോർണർ പീസുകൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. താഴത്തെ ലെയറിൽ ഒരു പീസുണ്ട്. അതിന് സൈഡ് കളർ നീല റെഡാണ്. അപ്പോൾ നീല റെഡ് സെൻറ്റർ പീസിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കണം. ആ പീസ് മുകളിലേക്കാണ് കയറേണ്ടത്. ആ പീസ് എവിടെയാണോ കയറേണ്ടത് ആ ലെയർ താഴത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കയറ്റി വയ്ക്കുക, മുകളിലേക്ക് പൊക്കി വയ്ക്കുക. അപ്പോൾ ആ പീസ് മുകളിൽ വന്നു. ഇനി അടുത്ത പീസിൻ്റെ ഒരു പീസ് ഉണ്ട്. അതിൻ്റെ സൈഡിലെ കളർ ഓറഞ്ച് നീല. അപ്പോൾ ഓറഞ്ചും നീലയും സെൻറ്റർ പീസിൻ്റെ സെൻറ്ററിലായിട്ട് വയ്ക്കുക ആ പീസ്. എന്നിട്ട് വൈറ്റ് ഫ്രണ്ട് ലെയർ തന്നെ സൈഡിൽ വരുന്ന രീതിയിൽ പിടിക്കുക. ആ ലെയർ താത്തുക, ലെയറിലേക്ക് കയറ്റി വയ്ക്കുക, അത് പൊക്കുക. അപ്പോൾ കട്ട മുകളിൽ വന്നു. എഡ്ജിൽ സെൻറ്റർ പീസും എഡ്ജ് കളറും മാച്ച് ആവണം. അടുത്ത പീസ് ഇവിടെയുണ്ട്. അതിൻ്റെ സൈഡിലെ കളറ് പച്ച ചുവപ്പ്. അപ്പോൾ പച്ച ചുവപ്പ് സെൻറ്റർ പീസിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ അത് വയ്ക്കുക. വൈറ്റ് കളർ ഫ്രണ്ട് ലെയർ തന്നെ സൈഡിലായിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. ഈ കട്ട മുകളിൽ വരണം. അപ്പോൾ ആ ലെയർ താത്തുക, ആ ലെയറിലേക്ക് ആ കട്ട കയറ്റി വയ്ക്കുക. എന്നിട്ടത് പഴയതുപോലെ തിരിച്ച് പൊക്കി വയ്ക്കുക. അപ്പോൾ കട്ട മുകളിൽ വന്നു. ഇനി അടുത്ത പീസ് എവിടെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു പീസ് ഉണ്ട്, പക്ഷെ ഇത് വൈറ്റ് അടിയിലാണ്. നമുക്ക് വൈറ്റ് സൈഡിലായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് സോൾവ് ആവാത്ത കട്ടയുടെ അടിയിൽ വെക്കൊന്ന് വയ്ക്കുക. അത് തിരിച്ച് അതിൻ്റെ അടിയിൽ വെച്ചു. എന്നിട്ട് ആ ലെയർ താത്തുക. അപ്പോൾ നമ്മുടെ വൈറ്റ് സൈഡിലായിട്ട് വരും. വൈറ്റ് ഇപ്പോൾ സൈഡിലായി. അതിന് താഴത്തെ ലെയർ തിരിച്ച് വൈറ്റ് ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് താത്തിയത് വൈറ്റ് ഇപ്പോൾ ഇവിടെ വന്നു, താത്തിയത് പഴയതുപോലെ മുകളിലേക്ക് വയ്ക്കുക. ഇപ്പോൾ അതിൻ്റെ സൈഡ് കളർ പച്ച ഓറഞ്ച് സെൻറ്റർ പീസിൻ്റെ നടുക്കായിട്ട് പിടിക്കുക. വൈറ്റ് സൈഡിലായിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. ഇങ്ങനെ പിടിക്കുക. ആ ലെയർ താത്തി അതിലേക്ക് കയറ്റി വയ്ക്കുക. പിന്നെ അത് പൊക്കി മുകളിലേക്ക് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ സോൾവിങ് കംപ്ലീറ്റ് ആയി. സെൻറ്റർ പീസും എഡ്ജ് പീസും നമ്മൾ മാച്ച് ആവണം. എല്ലാം മാച്ച് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സ്പെഷ്യൽ കേസ് ചെയ്ത് നോക്കാം. ഈ കേസിൽ വൈറ്റ് കോർണർ എല്ലാം ടോപ്പിലാണ്. താഴത്തെ ലെയറിൽ വൈറ്റ് കോർണറുകളൊന്നുമില്ല. ആദ്യം ചെയ്യേണ്ടത് മുകളിലെ ലെയറിലിരിക്കുന്ന വൈറ്റ് കോർണറുകൾ താഴത്തെ ലെയറിലേക്ക് മാറ്റണം. അതിനുവേണ്ടി ആദ്യം ഒരു കോർണർ പീസ് സെലക്ട് ചെയ്യുക. ആ കോർണർ പീസ് താഴത്തേക്ക് തിരിക്കുക, അത് മാറ്റി വയ്ക്കുക, അത് പഴയപോലെ പൊക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് താഴെ ഒരു പീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിലെ കളർ നോക്കുക, റെഡ് ബ്ലൂ. അപ്പോൾ റെഡും നീലയും തമ്മിലുള്ള സെൻറ്റർ പീസുകളുടെ നടുക്ക് വെച്ചിട്ട് വെള്ളം സൈഡിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ലെയർ താത്തുക, അതിലേക്ക് പീസ് കയറ്റി വയ്ക്കുക, ലെയർ മുകളിലേക്ക് വയ്ക്കുക. അടുത്ത പീസ് എവിടെയാണെന്ന് നോക്കുക. ഇവിടെയുണ്ട്. ആ ലെയർ താത്തുക, പീസ് നീക്കി വയ്ക്കുക, താഴത്തെ ലെയറിലേക്ക് മാറ്റുക, ആ ലെയർ പഴയപോലെ പൊക്കി വയ്ക്കുക. ഇപ്പോൾ ഒരു പീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിലെ കളർ ഓറഞ്ച് നീല. ഓറഞ്ച് നീലയുടെ നടുക്ക് കൊണ്ടു വയ്ക്കുക. ഈ കട്ട അവിടെ മുകളിൽ കയറണം. അപ്പോൾ ആ ലെയർ താത്തുക, ആ പീസ് ആ ലെയറിലേക്ക് കയറ്റി വയ്ക്കുക, മുകളിലേക്ക് വയ്ക്കുക. അപ്പോൾ ആ പീസ് അവിടെ വന്നു. ഇനി അടുത്തത് പച്ച ചുവപ്പിൻ്റെ നടുക്ക് ആ പീസ് കൊണ്ടു വയ്ക്കുക. വൈറ്റ് കളർ സൈഡിലായിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. കയറേണ്ട സ്ഥലത്ത് ലെയർ താത്തുക, തിരിച്ചു വയ്ക്കുക, ആ ലെയർ പൊക്കി വയ്ക്കുക. അപ്പോൾ ആ പീസ് അവിടെ വന്നു. ലാസ്റ്റ് പീസ് ഓറഞ്ച് പച്ച. ആ പീസ് അവിടെയാണ് ഇരിക്കുന്നത്. അത് മുകളിലാണ് വരേണ്ടത്. ആ ലെയർ താത്തുക, പീസ് അങ്ങോട്ട് കയറ്റി വയ്ക്കുക, ആ ലെയർ പൊക്കി വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി. അതുപോലെ എഡ്ജ് കളറും സെൻറ്റർ പീസും നമ്മൾ മാച്ച് ആവുകയും ചെയ്തു. ഫസ്റ്റ് 2 ലെയർ സോൾവിങ് വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, സീ യു.